ലീഗിൻ്റെ ചരിത്രവും വർത്തമാനവും അത് മതസൗഹാർദ്ദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പാരമ്പര്യമാണ് ലീഗ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. പറഞ്ഞു നടക്കുന്ന ആളുകളാണ്, 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളാണ്, നോമ്പ് നോക്കുന്ന ആളുകളാണ്. നമ്മൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇസ്ലാമികമായ എല്ലാ ചര്യകളെയും മുറുകെ പിടിച്ചുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. നമ്മൾ വനിതാ ലീഗ് എന്തിന്, മുസ്ലിം ലീഗ് എന്തിനെന്ന് ചോദിക്കുന്ന ആൾക്കാരോട് മാത്രം പറയാനുള്ളതാണ്. മുസ്ലിം ലീഗ് ഇന്നില്ലെങ്കിൽ നമ്മൾ തട്ടോ പർദ്ദയിട്ട് റോഡ് കൂടി നടക്കൂല. ഉറപ്പാ അത്. തട്ട ഇടുവല്ല, പർദ്ദ ഇടുവല്ല. ലീഗിന് പൊട്ടത് ലീഗിനെ നല്ല നിന്നോളി. അതില്ലെങ്കിൽ നമ്മളെ സമുദായം ഉണ്ടാവുമല്ലോ, ഉറപ്പ് ഞാൻ പറയാം. കൗമാരം എന്തിനു വേണ്ടി ചെലവഴിച്ചുവെന്ന് അള്ളാഹു ചോദിക്കില്ല. നിന്റെ പഠനകാലത്തെ കുറിച്ച് പോലും അള്ളാഹു ചോദിക്കില്ല. അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആ യൗവനം, നിന്റെ യൗവനം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചുവെന്ന്. അള്ളാഹു താലാന്റെ മുമ്പിൽ ശിരസ്സുയർത്തി ഉത്തരം പറയാൻ നിനക്ക് സാധിക്കണമെങ്കിൽ, ജീവിക്കുന്ന കാലത്തിനും ബാക്കിയാകുന്ന ഭാവിക്കും അന്തസ്സുള്ള ഓർമ്മകൾ പകരാനാണ് നീ നിന്റെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിനക്ക് പറ്റിയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറപ്പിച്ചു പറയുന്നു.